നമസ്കാരം. സ്കൂൾ കോമ്പൗണ്ടിൽ വച്ച് അധ്യാപികയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ വാച്ച്മാനെ വധശിക്ഷയ്ക്ക് വിധിച്ച കുവൈറ്റ് കോടതി. അതേ സ്കൂളിലെ പ്രവാസിയായ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെതിരെയാണ് കുവൈറ്റ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത്. എന്നാൽ പ്രതിയുടെ നാടോ പേരോ അതിക്രമം നടന്ന സ്കൂളിന്റെ വിശദാംശങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മറ്റാരുമില്ലാത്ത സമയത്ത് അധ്യാപികയുടെ മുറിയിൽ കയറിയ വാച്ച്മാൻ അവരെ കയറിപ്പിടിക്കുകയും ബലമായി ചുംബിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അധ്യാപിക ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അതിക്രമം തുടരുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെയാണ് ഇയാൾ പിന്മാറിയത്. ഉടൻ തന്നെ അധ്യാപിക വിവരമറിയിച്ചതിനെ തുടർന്ന് ഇയാൾക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. യുവതിയുടെ മൊഴിപ്രകാരം കേസെടുത്ത പബ്ലിക് പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെ ശക്തമായ കേസ് കോടതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. കേസിന്റെ തെളിവിനായി CCTV ദൃശ്യങ്ങൾ ഹാജരാക്കി കോടതിയിൽ. യുവതിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു CCTVയിലെ ദൃശ്യങ്ങൾ. തുടർന്ന് കേസ് പഠിച്ച ശേഷം ജഡ്ജ് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് അതും സുരക്ഷാ ചുമതലയുള്ള ഈ ജീവനക്കാരൻ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തത് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണെന്നും ഇയാൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു. ഇയാൾ കുറ്റകൃത്യം ചെയ്തതായി കോടതി മുമ്പാകെ തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിക്കുകയായിരുന്നു. കേസിൽ വിശദമായ വാദം കേട്ട കുവൈറ്റ് ക്രിമിനൽ കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. അധ്യാപികയ്ക്കെതിരായ ആക്രമണം ആസൂത്രിതവും നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം ലൈംഗികാതിക്രമ കേസിൽ പ്രവാസി വാച്ച്മാനെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത്തരം കേസുകളിൽ ക്യാപിറ്റൽ സാക്ഷി നൽകുന്നത് അസാധാരണമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. അതേസമയം ലൈംഗികാതിക്രമ സംഭവങ്ങളോട് കുവൈറ്റിലെ നിയമം പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകൾ പോലുള്ള സുരക്ഷിതമാണെന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിൽ വച്ച് നടന്ന കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിഗണിച്ചുള്ളതാണ് കോടതി വിധിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതാണെന്നും ഈ വിധി മാതൃകയാക്കണമെന്നും വാദിക്കുന്നവരും ഏറെയാണ്.